ഞങ്ങൾക്കിന്ന് ഒരു മാരേജ് റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ആരുതല്ല, ഞങ്ങളെ ഫ്രണ്ടിൻ്റെ കല്യാണമായിരുന്നു. ഞങ്ങളോട് ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ എൻട്രി ഉണ്ടായിരുന്നു. എൻട്രി എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത്രയും അടിപൊളിയായിട്ടൊരു എൻട്രി. 2 വർഷം മുന്നേന്നു ഞങ്ങളെ മാരേജ് ഉണ്ടായിരുന്നത്. ആ മാരേജും ഇപ്പോൾ ഉള്ള മാരേജും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. കാരണം അതിൻ്റെ ഡെക്കറേഷൻസ് ആയാലും മാരേജ് ഫുൾ കളർഫുൾ ആക്കാൻ രൂപത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണും നട്ട് നോക്കി നിന്നു. അത്രയ്ക്ക് രസമായിരുന്നു കാണാൻ. ഇപ്പോൾ വന്നതാണ് ഈ ഒരു സംഭവം, ഈ ലൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിന്നു. പല കളറിലായിരുന്നു അതുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ട് സമയമായിരുന്നു ഫാമിലിത്ത്. ആ സമയത്ത് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കുന്നത് ഫുൾ തിരക്ക്. എൻ്റെ പ്ലേറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ പ്ലേറ്റിലില്ലാത്ത ഒരു വസ്തുക്കളും ഇല്ല. എല്ലാത്തരം ഫുഡുകളും ഞാൻ ആ പ്ലേറ്റിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്. അപ്പോഴേക്കും അത്യാവശ്യം ക്രൗഡായിട്ടുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഒരു കഫേക്ക് പോയിട്ടോ. ഇത്രയും ഫുഡ് കഴിച്ചിട്ട് ഇനിയും കഫേയിൽ എന്താണെന്ന് എനിക്ക് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവല്ലേ. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് ഈവനിങ് ഒരു ചായ മസ്റ്റാണ്. ചായ കിട്ടിയില്ലെങ്കിൽ എന്തോ വലിയ സാധനം കളഞ്ഞു പോയ ഫീലിംഗ് ആണ് എനിക്ക്. അപ്പോൾ പിന്നെ ഒരു ചായയും അതിൻ്റെ കൂട്ടത്തിലൊരു ചിക്കൻ റോളും പിന്നെ ഒരു സമൂസയും കഴിച്ച് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി.